ഒരുപാട് വെട്ടിപ്പിടുത്തം നടത്തിയ ആൾ തൻ്റെ രാജകീയ പ്രതാപങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വേഷപ്രച്ഛന്നനായിട്ട് രാജാവാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആഫ്രിക്കൻ ജനത അദ്ദേഹത്തിന് സമ്മാനം നൽകി സ്വീകരിക്കുകയാണ്. അത്ഭുതകരമായ കാര്യമാണ്. സമ്മാനം നൽകുകയാണ്. അപ്പോൾ ഈ രാജാവ് തെറ്റിദ്ധരിച്ചു, ഞാൻ രാജാവാണെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് ഇവർ സമ്മാനം നൽകുകയാണ്. പക്ഷെ അതങ്ങനെ ആയിരുന്നില്ല. അത് ഏത് അപരിചിതർ വന്നാലും അവരെ ഗോത്രത്തിലേക്ക്, അവരുടെ കൂട്ടായ്മയിലേക്ക് ചേർക്കുന്നത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു തങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന മനുഷ്യർക്ക് നൽകിക്കൊണ്ടാണ്. അതനുസരിച്ചാണ് അവർ അലക്സാണ്ടർക്കും ഈ സമ്മാനം നൽകിയത്. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, അധിനിവേശം, അഹന്ത, ഞാൻ നിങ്ങളുടെ സമ്മാനം സ്വീകരിക്കാൻ വന്നതല്ല. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അതാണ് അധിനിവേശത്തിൻ്റെ മൂന്നാമത്തെ അഹന്ത, നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വന്നതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സിവിലൈസേഷൻ മിഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിക്കാൻ പറഞ്ഞ ന്യായം ഇവിടുത്തെ ജനങ്ങൾക്കൊരു വിവരവുമില്ല, ഇവരെ വിജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. ഇതിനെയാണ് സിവിലൈസേഷൻ മിഷൻ എന്ന് പറയുന്നത്. വൈറ്റ് മാൻസ് ബേർഡൻ, വെള്ളക്കാരൻ്റെ ഭാരം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അധിനിവേശകരാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും അധികാരികൾ. അവരുടെ ജീവിതമാണ്, അവരുടെ നിറം വെളുപ്പ്, മികച്ച നിറം, അവരുടെ ഭാഷ ഇംഗ്ലീഷ്, മികച്ച ഭാഷ, അവരുടെ ഭക്ഷണ രീതി അത് മികച്ചത്, അവർ മികച്ചത്, മറ്റുള്ളതൊക്കെ മ്ലേച്ഛം, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഗംഭീരം, മറ്റതൊക്കെ അപരിഷ്കൃതം, പരിഷ്കരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംസ്കാരമില്ല, മറ്റുള്ളവരെ ഒന്നിനും കൊള്ളില്ല. ഈ അഹന്തയാണ്, അധിനിവേശമാണ് അലക്സാണ്ടർ പ്രകടിപ്പിച്ചത്. നിങ്ങളുടെ രാജ്യത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുതിയ രൂപത്തിൽ ട്രംപ് പറയുന്നത് ഇറാനിലെ ജനങ്ങൾ, അവിടുത്തെ ഭരണം ജനാധിപത്യ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്. അതുകൊണ്ട് അവിടെ അധികാരമാറ്റം ആവശ്യമുണ്ട്. ഇറാൻ ഉൾപ്പെടെ ഏത് രാജ്യത്തെയും അധികാരമാറ്റം അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് അവിടുത്തെ ജനതയല്ലേ തീരുമാനിക്കേണ്ടത്. അതിന് പകരം ഞങ്ങൾ തീരുമാനിക്കും. അതുതന്നെയാണ് അലക്സാണ്ടറിലൂടെയും പുറത്തു വന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ മനുഷ്യർ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു കേസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നടന്ന കേസാണ് ഞാൻ ഒരു വാചകത്തിൽ ചുരുക്കുന്നത്. രണ്ട് അയൽക്കാർ തമ്മിലായിരുന്നു കേസ്. ഒരയൽക്കാരൻ മറ്റൊരയൽക്കാരന് ഒരു കൂടെ ഉമി വിറ്റു. ഉമി വാരുമ്പോൾ അതിൽ നിന്നൊരു കട്ട സ്വർണം കിട്ടി. സ്വർണം കിട്ടിയ പാട് അയാൾ ബഹളം വെച്ചു, ആളുകളൊക്കെ ഓടിക്കൂടി. അയൽക്കാരനും വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിന്നോട് ഞാൻ വാങ്ങിയത് ഒരു കൂടെ ഉമിയാണ്, അതിൻ്റെ പണവും ഞാൻ തന്നു. വിറ്റ ആൾ പറഞ്ഞു അതോടെ ഇടപാട് തീർന്നു. വാങ്ങിയ ആൾ പറഞ്ഞു ഇടപാട് തുടങ്ങുകയാണ്. എന്താ കാരണം? നിനക്ക് ഉമിയുടെ പണമേ ഞാൻ തന്നിട്ടുള്ളൂ, അതിലുള്ള സ്വർണത്തിന് ഞാൻ പണം തന്നിട്ടില്ല. വലിയ തർക്കമായി. വിറ്റ ആൾ സ്വീകരിച്ചില്ല. അയാൾ പറഞ്ഞു, നിനക്ക് വിറ്റ ഈ ഉമിയിൽ, ഈ കുട ഉമിയിൽ കരിക്കട്ടയാണോ സ്വർണ്ണക്കട്ടയാണോ ഒന്നും എനിക്കറിയില്ല, അതിലെന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ള വില നീ തന്നു കഴിഞ്ഞു, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മറ്റാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഉമിക്കേ വില തന്നിട്ടുള്ളൂ, സ്വർണത്തിന് വില തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കും സ്വീകരിക്കാൻ പറ്റില്ല. മുറുകിയ തർക്കം. ആ തർക്കമാണ് കൊട്ടാരത്തിലെത്തിയത്. അവിടെ വെച്ച് അലക്സാണ്ടർ ഇതൊക്കെ കേട്ടിട്ട് തല തിരിയാണ്. കാരണം ഇത് അധിനിവേശത്തിന് മനസ്സിലാവില്ല, ഇതിൻ്റെ യുക്തി, ഇത് ഉബുണ്ടുവാണ്. അപ്പോൾ രാജാവ് ഇതൊക്കെ കേട്ടു. എന്നിട്ടൊരൊറ്റ ചോദ്യം വിറ്റ ആളോട്, നിങ്ങൾക്കൊരു മകനുണ്ടോ? ഉണ്ട്. വാങ്ങിയ ആളോട് ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്കൊരു മകളുണ്ടോ? ഉണ്ട്. രാജാവിന് ഒരു പ്രയാസം ഉണ്ടായില്ല. രാജാവ് 22,500 കൊല്ലം മുമ്പാണ് അന്നത്തെ ഒരു വിധി എഴുതി, നിങ്ങൾ രണ്ടു കൂട്ടരും സത്യസന്ധരാണ്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുടുംബബന്ധം ഉണ്ടാവണം. അങ്ങനെ കുടുംബബന്ധം ഉണ്ടാവാൻ ഈ രണ്ട് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിവാഹം ചെയ്യാം, ഇതല്ലാതെ വേറൊരു ശിക്ഷ ഇതിന് നൽകാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് അലക്സാണ്ടർ
വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനെ അഭിവാദ്യം ചെയ്യല്ല വേണ്ടത്, ഇതിനെ അനുമോദിക്കല്ല വേണ്ടത്, ഇതിനെ ആശ്ലേഷിക്കല്ല വേണ്ടത്. അതിന് പകരം അലക്സാണ്ടർ ചോദിച്ചു, ഇതെന്ത് വിധിയാണ്? നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലേ? ഇങ്ങനെയാണോ ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുക? അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് അലക്സാണ്ടറോട് തിരിച്ചു ചോദിച്ചു, ഇതേപോലൊരു കേസ് നിങ്ങളുടെ രാജ്യത്താണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, വളരെ സിമ്പിൾ. കാരണം ഈ സ്വർണം രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് അത് ട്രഷറിയിലേക്ക്, ഭണ്ഡാരത്തിലേക്ക് സർക്കാരിൻ്റെ സ്വത്താക്കിയിട്ട് പരിഗണിക്കും. രണ്ട്, ഒരാവശ്യമില്ലാതെ ഈ തുരുമ്പ് പിടിച്ച സത്യത്തിൻ്റെ പേരിൽ ലഹള കൂട്ടുന്ന ഈ രണ്ട് ഭീകരരെ, ഒരു ഭീകരരാണ്, ഇവരെ അറസ്റ്റ് ചെയ്യും. മൂന്ന്, ഇവർക്ക് പിഴ ചുമത്തും. അത് ട്രഷറിക്ക്, ഭണ്ഡാരത്തിന് മുതൽക്കൂട്ടാവും. ഇതാണ് ഞങ്ങളുടെ രാജ്യത്ത് ചെയ്യുക അധിനിവേശം. ഇവിടെ ഉബുണ്ടു. അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോഴും മഴ പെയ്യാറുണ്ടോ? അലക്സാണ്ടർക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അയാൾ പറഞ്ഞു, ഉണ്ടല്ലോ. ഇതെന്ത് ചോദ്യം? അപ്പോൾ ആഫ്രിക്കയിലെ രാജാവ് കൈകൾ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അത് നിങ്ങളുടെ രാജ്യത്തിലെ മൃഗങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രകൃതി കാണിക്കുന്ന കാരുണ്യമായിരിക്കണം, അല്ലാതെ മഴ പെയ്യാനുള്ള ഒരു സ്കോപ്പും നിങ്ങളുടെ രാജ്യത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ.